കേന്ദ്ര വിദ്യാഭ്യാസ നയം PM ശ്രീയിൽ ഒപ്പുവെച്ചതുമായിട്ടുള്ള ചർച്ചകളാണ് നമ്മുടെ നാട്ടിൽ പുരോഗമിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പണം ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ കിട്ടില്ല എന്ന് ബോധ്യമായതിനു ശേഷമാണ് കേരള സർക്കാർ ഇതിൽ ഒപ്പുവെക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ സാമ്പത്തികം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതിൽ ഒപ്പുവെച്ചതിൽ തെറ്റില്ല. പക്ഷെ അത് വസ്തുതകൾ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമാണോ ഒപ്പുവെച്ചതെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ല. മാധ്യമങ്ങൾ പറയുന്നതും ഒക്കെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ വിദ്യാർത്ഥികൾക്ക് ഗുണമാകുന്ന പദ്ധതിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതുപോലുള്ള കെ സുരേന്ദ്രൻ പറയുന്ന പോലെ സംഘപരിവാറിന്റെ RSSന്റെയും അജണ്ടകൾ നടപ്പാക്കാനാണെങ്കിൽ ഇത് ഭാവിയിൽ ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാവുമല്ലോ. നിങ്ങള് VD സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ VD സാവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം. പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെ കുറിച്ച് പ്രതിപക്ഷം അടക്കം കുറ്റം പറയുന്നുണ്ടെങ്കിലും 2022 ആദ്യമായിട്ട് ഒപ്പുവെക്കുന്ന സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശാണ് എന്നാണ് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. കെ സുരേന്ദ്രൻ പറയുന്നത് പോലുള്ള അജണ്ടകളാണ് ഇതിന് പിന്നിലുള്ളെങ്കിൽ ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.